നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമി വിൽക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയുമായി ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്ന പുതിയ നികുതി നിർദ്ദേശത്തിന്മേൽ ധനമന്ത്രാലയം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഭൂസ്വത്ത് വിൽക്കുന്നയാൾക്ക് ലഭിച്ചിരുന്ന മൂലധന നേട്ടത്തിന്മേൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നൽകിയിരുന്ന ഇൻഡെക്സേഷൻ ആനുകൂല്യം എടുത്തുകളയുകയും നികുതി നിരക്ക് 20 നിന്ന് 12.5% കുറയ്ക്കുകയും ചെയ്ത തീരുമാനത്തിൽ ഇളവ് അനുവദിക്കാനാണ് ഇപ്പോൾ നീക്കമുള്ളത്. നികുതി കുറച്ചുവെങ്കിലും ഇൻഡെക്സേഷൻ ആനുകൂല്യം ഇല്ലാതാക്കിയത് കാരണം ഫലത്തിൽ സ്ഥലം വിൽക്കുന്നവരുടെ നികുതി ഭാരം കൂടുകയാണ് ചെയ്തത്. ഇതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തളർച്ചയ്ക്ക് വഴിവെച്ചത് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെയാണ് ഇളവ് നൽകുന്നത് പരിഗണിക്കാൻ ധനമന്ത്രാലയം ഒരുങ്ങുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന വിമർശനം ഉയർന്നതോടെ കേന്ദ്രം ഇളവ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ബഡ്ജറ്റ് ദിവസം തന്നെ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. ഭൂമിക്ക് വർഷം തോറും വില വർദ്ധിക്കുകയാണ് പതിവുള്ളത്. ഈ വിലക്കയറ്റ നിരക്ക് ഇൻഡെക്സേഷൻ പിന്നീട് ഭൂമി വിൽക്കുമ്പോഴത്തെ നികുതി കണക്കാക്കുമ്പോൾ ഉടമയ്ക്ക് കിട്ടിയ ലാഭവുമായി തട്ടിക്കിഴിക്കും. ഇതായിരുന്നു ഇൻഡെക്സേഷൻ ഇളവ്. ഈ ആനുകൂല്യം ഉണ്ടായിരുന്നതിനാൽ ഫലത്തിൽ സ്ഥലം വിൽക്കുന്നയാൾക്ക് നികുതി ബാധ്യത അത്രയധികം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അത് വളരെ നാമമാത്രമായ ഒരു വർധനവ് മാത്രമായിരുന്നു. ബജറ്റ് നിർദ്ദേശം വന്നതോടെ എത്രയാണോ ലാഭം അതിന്റെ 12.5% നികുതിയായി നൽകേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് 3 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ഭൂമി വില വർദ്ധിച്ച് 4 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയാണെങ്കിൽ വിൽക്കുന്നയാളുടെ ലാഭം 1 ലക്ഷം രൂപയാണ്. ഇതിന് 12,500 രൂപ നികുതിയായി നൽകേണ്ടതുണ്ട്. വൻകിട കച്ചവടം നടക്കുമ്പോൾ ലക്ഷത്തിന് 12,500 നികുതിയായി നൽകേണ്ടി വരുന്നത് വിൽപ്പനക്കാർക്കും ഒപ്പം ഇടനിലക്കാർക്കും ഒരുപോലെ നഷ്ടമുണ്ടാക്കും. ഇതോടെയാണ് വിമർശനം ശക്തമായത്. കേരളം ഉൾപ്പെടെ ഭൂമി കൈമാറ്റം സജീവമായ സംസ്ഥാനങ്ങൾക്ക് ഇത് വൻ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. നിലവിൽ തന്നെ കേരളത്തിൽ പലയിടത്തും റിയൽ എസ്റ്റേറ്റ് രംഗം മന്ദീഭവിച്ചിട്ടുണ്ട് എന്നും നികുതി ഭാരം ഭയന്ന് സ്ഥലം വിൽക്കാൻ ആരും തയ്യാറാകാത്ത സ്ഥിതിയാണ് ഉണ്ടായതെന്നും ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച പുതിയ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ആളുകൾ ഭൂമി വിൽക്കാൻ തയ്യാറാകാതെ വരും. വൻകിട പദ്ധതികൾക്ക് പോലും ആളുകൾ സ്ഥലം വിട്ടു നൽകാതെയായാൽ അത് സർക്കാർ പദ്ധതികൾക്കും ഒപ്പം സ്വകാര്യ സംരംഭകരുടെ പദ്ധതികൾക്കും സ്ഥലം വാങ്ങൽ വലിയ കീറാമുട്ടിയായി മാറുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഇളവ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഈ വർഷം ജൂലൈ വരെ നടന്ന ഭൂമി വിൽപ്പന ഇടപാടുകൾക്ക് ഇളവ് നൽകാനായിരിക്കും ധനമന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് സൂചനകളുണ്ട്. മറ്റൊന്ന്, ആദായ നികുതി സ്കീമുകൾ പോലെ പഴയ നികുതി, പുതിയ നികുതി ഇവയിലേതിലെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ഭൂമി വിൽക്കുന്നവരെ അനുവദിക്കുകയാണ്. രണ്ടാമത്തെ നിർദ്ദേശം നടപ്പാകുകയാണെങ്കിൽ ഭൂമി വിൽക്കുന്നവർക്ക് അനുയോജ്യമായ നികുതി സ്കീം തെരഞ്ഞെടുത്ത് ഇടപാട് നടത്താൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.